നാളെ ബയോളജിയുടെ എക്സാം ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സാറേ പഠിക്കേണ്ടത്? രണ്ടാമത്തെ ചാപ്റ്റർ ടഫാണ്, എട്ടാമത്തെ ചാപ്റ്റർ ടഫാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. റെഡിയല്ലേ? യെസ്, എന്നാ പോകുന്നോളി അല്ലേ? യെസ്, ഫസ്റ്റ് തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ട സാധനമാണ് ഐ പ്രൊട്ടക്ഷൻ ആൻഡ് സ്ട്രക്ചർ, കണ്ണിന്റെ സംരക്ഷണവും ഘടനയും അല്ലെ. കണ്ണിന്റെ സംരക്ഷണം, കണ്ണ് എങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. പിന്നെ അതുപോലെ തന്നെ കണ്ണിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അല്ലെ, കണ്ണിൻ്റെ ഉള്ള പാളികൾ ഏതൊക്കെയാണ് അല്ലെ. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം, റെറ്റിന. പിന്നെ അതിന്റെ ഭാഗങ്ങളായ കൺജക്റ്റൈവ, കോർണിയ, പ്യൂപ്പിള്, ഐറിസ്, പിന്നെ യെല്ലോ സ്പോട്ട് അല്ലെ, അതായത് പീതബിന്ദു, അന്ധബിന്ദു, ബ്ലൈൻഡ് സ്പോട്ട്, പിന്നെ സീലിയറി മസിൽസ്, അതേപോലെ എന്താ പറയാ ഓപ്റ്റിക് നെർവ്സ് അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് നേത്രനാടി, ഇതൊക്കെ ആണ്. ഈ പാർട്ടുകളൊക്കെ നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അത് പാർട്ടുകൾ ഒരു കണ്ണിന് ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ എവിടെയാണ് ഈ പാർട്ടുകൾ വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധം വേണം. ഇതില്ലാത്ത ആൾക്കാർ പരീക്ഷാ ഹാൾക്ക് പോണ്ട. ഓക്കെ, അടുത്തെന്താ, ചേമ്പേഴ്സ് ഇൻസൈഡ് ദ ഐ, കണ്ണിനുള്ളിലെ അറകൾ. കണ്ണിന്റെ ഉള്ളിലെ രണ്ട് അറകൾ ഉണ്ടല്ലോ അല്ലെ. കണ്ണിന്റെ ഉള്ളിലെ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ്? അക്വസ് ചേമ്പർ. അതായത് അവിടെ വന്ന് നിറയുന്ന ദ്രാവകത്തിന്റെ പേരാണ് അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ എന്ന് വിളിക്കും. പിന്നെ ഏതാ അറിയുള്ളത്? ലെൻസിനും അതേപോലെ റെറ്റിനയ്ക്കും ഇടയിലുള്ള വലിയ അറ അല്ലെ, ആ അറന്റെ പേരെന്താ? വിട്രിയസ് ചേമ്പർ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? വിട്രിയസ് ചേമ്പർ. ആ വിട്രിയസ് ചേമ്പറിന്റെ ഉള്ളിൽ വന്ന് നിറയുന്ന ദ്രാവകമാണ് വിട്രിയസ് ഹ്യൂമർ. അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇതാണ് രണ്ടാമത് പഠിക്കേണ്ടത്. മൂന്നാമത് പഠിക്കുന്നത് എന്താ വെച്ചാൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇൻ ദ ഐ, കണ്ണിനുള്ളിലെ പ്രകാശഗ്രാഹികൾ. കണ്ണിനുള്ളിലെ പ്രകാശഗ്രാഹി അറിയല്ലോ, റോഡ് കോശം, കോൺകോശം. റോഡ് കോശത്തിലെ പിഗ്മെന്റ് ഏതാണ് അല്ലെ? വർണ്ണവസ്തുവാണ്. ഏതാണ്? റോഡോപ്സിൻ. കോൺകോശത്തിലെ പിഗ്മെന്റ് ഏതാണ് അല്ലെ? ഏതാ? ഫോട്ടോപ്സിൻ. റോഡ് കോശം എന്തിനു സഹായിക്കുന്നു അല്ലെ? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ വേണ്ടി സഹായിക്കുന്നു, ഡിം ലൈറ്റിൽ കാണാൻ വേണ്ടി സഹായിക്കുന്നു. എന്നാൽ കോൺകോശം എന്തിനു സഹായിക്കുന്നു? കോൺകോശത്തിന് ഫോട്ടോപ്സിൻ എന്തിനു സഹായിക്കുന്നു? വർണ്ണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി, കളേഴ്സുകൾ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി ഈ റോഡോപ്സിൻ ആയിക്കോട്ടെ ഫോട്ടോപ്സിൻ ആയിക്കോട്ടെ, ഇത് രണ്ടും നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് വസ്തുക്കൾ ചേർന്നിട്ടാണ്. ഒന്ന് റെറ്റിനാലിൻ, രണ്ടാമത്തത് ഓപ്സിൻ അല്ലെ. ഓപ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. റെറ്റിനാൽ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. അപ്പൊ ഇത് ഞാൻ ഒറ്റടിക്ക് കാര്യങ്ങൾ മൊത്തം പറഞ്ഞിട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്, മറക്കണ്ട. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്ടി. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്ത് പഠിക്കണം, ഇതൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്തെന്താണ്? ഐ ഡിസീസസ്, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കണ്ണിനെ ബാധിക്കുന്ന 5ഓളം 6ഓളം രോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത എന്ന് പറയും. രണ്ടാമത് സിറോഫ്താൽമിയ. മൂന്നാമത്തത് കളർ ബ്ലൈൻഡ്നെസ് അതായത് വർണ്ണാന്തത. നാലാമത്തത് ഗ്ലോക്കോമ അല്ലെ. അഞ്ചാമത്തത് എന്താണ്? തിമിരം അതായത് കാട്രാക്ട്. ആറാമത്താണ് എന്ത്? കൺജക്റ്റൈവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് വിളിക്കും അല്ലെ, ചെങ്കണ്ണ് അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇതാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ. പിന്നെ അടുത്ത എന്താണ്? യെസ്, പാർട്ട് ഓഫ് ദ ഇയർ, ചെവിയുടെ ഘടന. ചെവിയുടെ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം അല്ലെ. അതായത് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, അതേപോലെ എന്താണ് ഇന്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിൽ ആരൊക്കെ വരിക? പിന്നെ വരും ഓഡിറ്ററി കനാൽ വരും, അതായത് കർണനാളം വരും, പിന്നെ കർണപടം വരും അല്ലെ. ഇനി മിഡിൽ ഇയറിലേക്ക് വരുമ്പോൾ, മധ്യകർണത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും? യെസ്, അവിടെ ഇയർ ഓസിക്കിൾസ് ഉണ്ടാവും, അതായത് അസ്ഥിശൃംഖല ഉണ്ടാവും, മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്ന് പറയും. പിന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് ഉണ്ട്. പിന്നെ അവസാനം ആരാളുള്ളത്? ഈ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത് അല്ലെ. യൂസ്റ്റേഷ്യൻ ട്യൂബും ഇയർ ഓസിക്കിൾസും ആണ് അവിടെ ഉണ്ടാകുക. പിന്നെ അവിടെ ഉള്ളിലേക്ക് ചെല്ലുമ്പം, അവിടെ ഏത് ഉള്ളിലേക്ക്, ഇന്റേണൽ ഇയറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? കോക്ലിയ ഉണ്ട്, പിന്നെ വെസ്റ്റിബ്യൂൾസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സെമി സർക്കുലർ കനാൽ ഉണ്ട്, അർദ്ധവൃത്താകാര കുഴലുകളുണ്ട്. അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ, ചെവിയുടെ ഭാഗങ്ങൾ. പിന്നെ അടുത്ത് 3 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് ഇട്ടത്. ഫ്ലോ ചാർട്ട് ഓഫ് ദ ഓഡിറ്ററി എക്സ്പീരിയൻസ്, ഫ്ലോ ചാർട്ട് ഓഫ് മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ് അല്ലെ. അതായത് കേൾവി അനുഭവത്തിന്റെ ഫ്ലോ ചാർട്ട് ചോദിക്കാം, അല്ലെ ശരീര തുലനില പാലിക്കുന്നതിന്റെ ഫ്ലോ ചാർട്ട് ചോദിക്കാം. അതായത് കേൾവി എങ്ങനെ ചെവി കേൾക്കും, ആദ്യം ചെവിക്കൂട അല്ലെ, പിന്നെ കർണനാളം, അങ്ങനെ പോയി കേൾവി എന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, ബുക്കിലുണ്ട്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. പിന്നെ അല്ലെ നമ്മുടെ ചെവിക്ക് മറ്റൊരു ധർമ്മം കൂടി ഉണ്ടല്ലോ, ബോഡി ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെയും ഫ്ലോ ചാർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇതിൽ ഒരു 99% ചോദിക്കൽ ഏതാണ്? കേൾവി അനുഭവത്തിന്റെ ഫ്ലോ ചാർട്ടാണ്. ശരീര തുലനില ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പല പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്ന ചോദ്യ പേപ്പറിലൊക്കെ ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. പിന്നെ അടുത്തൊരു ഫ്ലോ ചാർട്ടാണ് ഫ്ലോ ചാർട്ട് ഓഫ് ടേസ്റ്റ്.
നമ്മളെ രുചി അറിയുന്നതിന്റെ ടേസ്റ്റ് അല്ലെ, ആ രുചി അറിയുന്നതിന്റെ ഫ്ലോ ചാർട്ട് ചോദിക്കും അല്ലേ, അതായത് ഫ്ലോ ചാർട്ട് ഓഫ് ദ സ്മെല്ല്. പിന്നെ അതേപോലെ ഫ്ലോ ചാർട്ട് ഓഫ് ദ സ്മെല്ല്, മണം തിരിച്ചറിയുന്നതിന്റെ, അതായത് രുചി അറിയുന്നതിന്റെ ഫ്ലോ ചാർട്ടും ചോദിക്കാം, ഗന്ധം അറിയുന്നതിന്റെ ഫ്ലോ ചാർട്ട് ചോദിക്കാം. ഇതിനും 3 മാർക്കാണ് ഉണ്ടാകുക അല്ലെ. പിന്നെ അവസാനമായിട്ട് പഠിക്കേണ്ടതാണ് റിസപ്റ്റേഴ്സ് ഓഫ് അതർ ഓർഗാനിസം, മറ്റു ജീവികളിലെ ഗ്രാഹികൾ. ഇപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്താ, നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്ലനേറിയൽ ഐസ്പോട്ട് അല്ലേ, വെളിച്ചം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഐസ്പോട്ട്. പിന്നെ ഈച്ചയിൽ ഹൗസ് ഫ്ലൈയിൽ ഒമാറ്റീഡിയ. പിന്നെ ഷാർക്കിൽ ലാറ്ററൽ ലൈൻസ്, ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മണം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പാമ്പിൽ ജേക്കബ്സൺസ് ഓർഗൻ. ഇതാണ് നമ്മളെ ഗ്രാഹികൾ, അതർ ഓർഗാനിസത്തിലെ ഗ്രാഹികൾ. ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മിസ്സാക്കി കളയണ്ട കേട്ടോ. ഓക്കെ അല്ലേ, സംശയമില്ലല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ കാണാം, ബൈ.